നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. പ്രകൃതിദത്തമായ സൗന്ദര്യവർദ്ധക വസ്തു എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പലരുടെ മനസ്സിൽ ഓടി വരുന്ന ഒന്നാണ് കറ്റാർ വാഴ അഥവാ അലോവേറ. വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണ് കറ്റാർ വാഴ, പ്രത്യേകിച്ച് സ്കിന്നിലൊക്കെ പുരട്ടാനായിട്ട്. എന്നാൽ മറ്റു ചിലരിൽ ഒട്ടുമേ വർക്കൗട്ട് ആവാത്ത ഒന്നാണ് അലോവേറ. അപ്പോൾ ഇതിന്റെ റീസൺ എന്താണെന്നും അലോവേറ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അലോവേറ വളരെ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് പ്രവർത്തിക്കും. പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ഉള്ളവർക്ക് വളരെയധികം നല്ലൊരു മോയ്സ്ചറൈസറാണ് അലോവേറ. അതുപോലെ തന്നെ സ്കിന്നിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഈർപ്പം നിലനിർത്താനും വളരെയധികം നല്ലതാണ്. സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അലോവേറ. അലോവേറയിൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഖക്കുരു നീക്കം ചെയ്യാനും കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്യാനും സ്കിന്നിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള റെഡ്നെസ് ഒക്കെ മാറ്റാനും അലോവേറ നല്ലതാണ്. അതുപോലെ വെയിലേറ്റുണ്ടാവുന്ന ഈ കരിവാളിപ്പ്, കറുത്ത പാടുകളൊക്കെ മാറാനും അലോവേറ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ചർമ്മത്തിലുണ്ടാവുന്ന ചുളിവുകൾ നീക്കം ചെയ്യാനും അലോവേറ സഹായിക്കുന്നുണ്ട്. കാരണം ഇതിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. കറ്റാർ വാഴ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ കറ്റാർ വാഴ കട്ട് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ഫ്രഷ് ആയിട്ട് അലോവേറ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നൊരു ദ്രാവകം വരും, മഞ്ഞ കളറിലൊരു ദ്രാവകം വരും. അതിന്റെ പേരാണ് അലോയിൻ എന്നത്. ഇത് സിവിയർ ആയിട്ടുള്ള അലർജി ഉണ്ടാക്കുന്ന ഒന്നാണ്. മിക്കവരിലും ഇത് ചൊറിച്ചില്, പുകച്ചില് ഇതിനൊക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ അലോയിൻ നീക്കം ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും അലോവേറ സ്കിന്നിൽ യൂസ് ചെയ്യാനായിട്ട്. സ്കിന്നിലാണെങ്കിലും മുടിയിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ അലോയിൻ എന്ന ഈ മഞ്ഞ ദ്രാവകം നീക്കം ചെയ്യണം. അതിനായിട്ട് ഫ്രഷ് ആയിട്ടുള്ള അലോവേറ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയുക. ഒരു 15 മിനിറ്റ് അത് എവിടെയെങ്കിലും ഒന്ന് ചാരി വെക്കുക, ആ ഒരു മഞ്ഞ ദ്രാവകം പോവാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു 30 മിനിറ്റ് കുറച്ചു നേരം തണുത്ത വെള്ളത്തിലിട്ട് വെക്കുക. അങ്ങനെ അലോയിൻ നീക്കം സാധാരണ വെള്ളത്തിലിട്ട് വെക്കുക. അങ്ങനെ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ ഈ ദ്രാവകം അങ്ങ് നീങ്ങിപ്പോക്കോളും. നല്ലപോലെ വാഷ് ചെയ്തിട്ട് മാത്രം ഇത് സ്കിന്നിൽ യൂസ് ചെയ്യുക. നമുക്കറിയാം പലരുടെയും പല ടൈപ്പിലുള്ള സ്കിന്നാണ്. അപ്പോൾ ചിലരുടെ സ്കിന്നിന് ഇത് നീക്കം ചെയ്താൽ പോലും ഒട്ടുമേ അലോവേറ വർക്കൗട്ട് ആവാറില്ല. ചിലർക്ക് ഇത് തേച്ച് കഴിയുമ്പോൾ സിവിയർ ആയിട്ടുള്ള പുകച്ചില്, ചൊറിച്ചില്, റെഡ്നെസ് ഒക്കെ വരാം. അതുപോലെ ചിലർക്ക് ഇത്തരത്തിലുള്ള അലോവേറ സ്കിന്നിൽ അലോവേറ അടങ്ങിയ ക്രീമുകളൊക്കെ അല്ലെങ്കിൽ അലോവേറ ജെല്ലാണെങ്കിലും സ്കിന്നിൽ പുരട്ടിയിട്ട് പുറത്തു പോകുമ്പോൾ, സൺ എക്സ്പോഷർ വരുമ്പോൾ സിവിയർ ആയിട്ടുള്ള ഡാർക്ക്നെസ് അല്ലെങ്കിൽ കറുത്ത പാടുകള്, പാച്ചസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതായിട്ട് അലോവേറ യൂസ് ചെയ്യുന്ന ചിലർക്ക് സ്കിൻ ഡ്രൈ ആവാനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അലോവേറ യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ച് പുറത്തൊക്കെ പോകുമ്പോൾ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ചിലർക്ക് സ്കിൻ ഡാർക്കനിങ് സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ അലോവേറ തേച്ച് കഴിഞ്ഞ് പുകച്ചിലും ചൊറിച്ചിലും ഒക്കെ വന്ന് അവിടെ ഇൻഫ്ലമേഷൻ ആയി കഴിഞ്ഞാൽ കാലക്രമേണ മുഖത്ത് കറുത്ത പാടുകളും അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. സ്കിന്നിൽ കറുത്ത പാടുകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ കഴുകി വൃത്തിയായിട്ട് മാത്രം യൂസ് ചെയ്യുക. എപ്പോഴും യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് സ്കിന്നിൽ എവിടെയെങ്കിലും കയ്യിലോ അല്ലെങ്കിൽ ചെവിയുടെ ബാക്കിലോ ഒക്കെ ഒന്ന് പാച്ച് ടെസ്റ്റ്